നമ്മുടെ വികാരമാണല്ലോ നമ്മുടെ ഭാഷ. നമ്മുടെ വികാരമാണല്ലോ നമ്മുടെ ഭാഷ. അപ്പോൾ നമ്മുടെ വികാരത്തിന് അയാളുടെ ഒരു വികാരം എന്താണ്? അയാളുടെ ഈ കുട്ടികളുടെ വികാരം എന്താണ്? അയാളുടെ ജീവിതത്തിൽ ആർക്കും മനസ്സില്ല. അതാണ് പ്രശ്നം. അയാളുടെ ഭാര്യയ്ക്ക് പോലും മനസ്സില്ല അയാളെ സഹായിക്കാൻ. ഇയാളെ കാണുമ്പോൾ തന്നെ അവർ 4 കാലം വീണ് ഓടും. അയാളുടെ മക്കൾക്ക് മനസ്സില്ല അയാളെ സഹായിക്കാൻ. മനസ്സുള്ള ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ വേദനയോടെ വന്ന് പറയണം, നീയും അതുപോലെയാണോ ദൈവമേ? പക്ഷേ നീയും അതുപോലെ അല്ലെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ മനസ്സില്ലാത്ത ആൾക്കാരെ കണ്ടിരിക്കണത്. പക്ഷെ നിന്നെക്കുറിച്ച് കേട്ടപ്പോൾ നീ ആരുടെ കാര്യത്തിന് മനസ്സുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും. അപ്പോൾ ഈശോ ചെയ്യേണ്ട പരിപാടിയില്ല. ആ മനുഷ്യൻ്റെ വികാരം അതുപോലെ തന്നെ കടമെടുത്തിട്ട് അതിൻ്റെ ഭാഷയിൽ അവനോട് അവൻ്റെ വികാരത്തിൻ്റെ ലെവലിൽ അങ്ങോട്ട് പ്രതികരിക്കുകയാണ്. അവൻ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. നിൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല, നിൻ്റെ ബന്ധുക്കൾക്ക് മനസ്സുണ്ടാകത്തില്ല, നിൻ്റെ അയൽവാസികൾക്ക് മനസ്സുണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനാവുക. എന്തൊരു സംഭവമാണ് ഈ വചനം. അപ്പം തന്നെ ആ മനുഷ്യൻ ശുദ്ധനായി.